ആ എന്നെ മനസ്സിലായോ? ഔസേബ് വീട്ടിൻ്റെ ഓണറേ. ആ ബ്രോക്കർ ചേട്ടൻ പറഞ്ഞായിരുന്നു. ആ എന്തായി വീടൊക്കെ ഇഷ്ടമായോ? ആ ഇഷ്ടമായി. പിന്നെ എനിക്ക് ബാച്ചിലേഴ്സിന് വീട് കൊടുക്കുന്നതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഫാമിലിക്ക് കൊടുക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഇതിപ്പോൾ ഞാൻ തന്നത് ആ ബ്രോക്കർ പറഞ്ഞിട്ടാണ്. ആ ഇത് ബ്രോക്കർ പറഞ്ഞായിരുന്നു. അല്ല ചേട്ടാ, ഈ ബാച്ചിലേഴ്സ് ആണല്ലോ കല്യാണം കഴിഞ്ഞ് ഫാമിലി ആവുന്നത്. ഓ പിന്നെ ഒരു കാര്യം, വാടക കൃത്യമായിട്ട് എനിക്ക് കിട്ടിക്കോളാം. അത് കറക്റ്റ് ആയിരിക്കും. ആ വേറൊരു കാര്യം കൂടെ പറയാം, വൃത്തിയിൽ വീട് സൂക്ഷിക്കണം. വേസ്റ്റ് ഒന്നും അവിടെ ഇവിടെ ഒന്നും വലിച്ചിടാൻ പാടില്ല. പിന്നെ ഈ ആണി കൊണ്ട് ചുമരിലടിക്കുന്ന പരിപാടി ഒന്നും നടക്കൂല. ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കാൻ. പിന്നെ ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ അകത്ത് വരുന്ന പരിപാടി നടക്കൂല. അകത്തുനിന്നവർക്ക് പുറത്തു പോകാമോ? സെപ്റ്റിക് ടാങ്ക് എന്നറിയും, അതുകൊണ്ടാണ് പറയണത്. ബാത്റൂം പോകാനല്ല വരുന്നെങ്കിലോ? പറ്റൂലെങ്കിൽ രണ്ടാളിപ്പോൾ തന്നെ നോക്കും. പിന്നെ ഇവിടെ ചുറ്റും ഫാമിലിയാണ്. വലിയ ശബ്ദം ഉണ്ടാക്കുക, ഒറ്റത്തിൽ പാട്ട് വെക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കൂല. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് അസോസിയേഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അവർ പറയുന്നേ കേൾക്കുള്ളൂ, രണ്ടാളെ പിടിച്ച് പുറത്താക്കും. ഇയാളിത് കുറേ നേരമായില്ല. എന്തേ രണ്ടാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഞങ്ങൾ ചേട്ടന് ചായ എടുക്കുന്ന കാര്യം പറഞ്ഞതാ. ആ അത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ മധുരം വേണ്ട, ഷുഗർ. അല്ല, ചായ എടുക്കാൻ നമുക്ക് ഗ്യാസ് ഇല്ലല്ലോ, നാളെ വരും. അങ്ങനെയാണ് വേണ്ട, ഞാൻ കുടിച്ചിട്ടാ വന്നത്. പിന്നീട് ഒരിക്കലാവാം. അതെ അതെ, ഇനി ആവാമല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത്. രാത്രി ഒരുപാട് വൈകി ഇതിലൂടെ നടക്കുക, പോവോ വരിക, വന്ന് കയറുക പരിപാടി ഒന്നും നടക്കില്ല. അല്ല, അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ആ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മുകളിൽ തന്നെ ഉണ്ട്. എന്തൊരു ചൊറിയാണ്. നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. എന്ത് കഷ്ടപ്പാട്? നീ ആ ബ്രോക്കറിനെ വിളിച്ചേ, നമുക്ക് വേറെ റൂം നോക്കാം. നീ ഒന്ന് പോയേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇനി ഞാൻ അയാളെ വിളിച്ച അയാൾ എന്നെ ഓടിക്കും. അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? സഹിക്കുക. അല്ല, ഇനി ഇരിക്കാനുള്ള പ്ലാനാണോ? വന്നേ, ഒരുപാട് പണിയുണ്ട്.